പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കൊല്ലത്താണ് ആയിരിക്കുന്നത്. മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നതാണ്. അതിനുശേഷമാണ് ഒരു ബോട്ട് യാത്ര വഴിയായിട്ട് ഈ ഒരു ഡച്ച് ദേവാലയത്തിൽ ഞങ്ങൾ എത്തിച്ചേരുന്നത്. ബോട്ട് അതിന്റെ പടവിലേക്ക് അടുപ്പിക്കുന്ന തിരക്കിലാണ് ഞങ്ങളുടെ ബോട്ടിന്റെ ഡ്രൈവർ ആയിരിക്കുന്നത്. പരമാവധി കാറ്റിന് അനുകൂലമായ രീതിയിൽ ഈ ഒരു ബോട്ട് അടുപ്പിക്കുവാനുള്ള പരിശ്രമത്തിൽ അദ്ദേഹം ആയിരിക്കുകയാണ്. ബോട്ട് അടുപ്പിച്ചതിന് ശേഷം വേണം മാതാവിന്റെ നാമധേയത്തിലുള്ള ഈ ഒരു ദേവാലയം കയറി കാണുവാൻ വേണ്ടിയിട്ട്. 1878 ഡച്ചുകാര് ഈ ഒരു ദേവാലയം മൺട്രോത്തുരുത്ത് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കൊല്ലം രൂപതയുടെ കീഴിലാണ് ഈ ഒരു ദേവാലയം ഇന്ന് സ്ഥിതി ചെയ്യുന്നത്. മാതാവിന്റെ നാമധേയത്തിലുള്ള ദേവാലയമായതുകൊണ്ട് എല്ലാ വർഷവും ഇവിടെ തിരുനാൾ ആഘോഷിക്കുവാനായിട്ട് ധാരാളം ആളുകൾ എത്തിച്ചേരാറുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വർഷത്തിലൊരിക്കൽ കെങ്കേമമായിട്ട് ഒരു തിരുനാൾ ആഘോഷിക്കുന്ന ഒരു പതിവ് ഇവിടുത്തുകാർക്കുണ്ട് എന്നുള്ള കാര്യം ഞാൻ ഇവിടെയുള്ള വീട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാതാവിന്റെ നാമധേയത്തിലുള്ള ഒരു കുരിശുപള്ളിയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വന്ന ഉദിഷ്ട കാര്യങ്ങളൊക്കെ ഒത്തിരിയേറെ ആളുകൾ സാധിച്ചു പോയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അവരിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അത്രമാത്രം ധാരാളം ഭക്തര് ഈ ഒരു മൺട്രോത്തുരുത്തിലുള്ള ഈ ഒരു ദേവാലയത്തിലേക്ക് കടന്നു വരാറുണ്ട്. പ്രാചീനത നിറഞ്ഞു നിൽക്കുന്ന ഡച്ച് ദേവാലയം അതിന്റെ ചൈതന്യത്തിന് കോട്ടം വരാത്ത രീതിയിൽ വളരെ നല്ല രീതിയിൽ ഇന്നും അത് മോടിയോടുകൂടി ശോഭയോടുകൂടി നിലകൊള്ളുകയാണ്. ദിവസേനയുള്ള ബലിയർപ്പണ രീതി ഈ ഒരു ദേവാലയത്തിലില്ല. വർഷത്തിലൊരിക്കൽ തിരുനാളിനോട് അനുബന്ധിച്ചുള്ള ഏതാനും ദിവസങ്ങളിലെ വിശുദ്ധ കുർബാന അർപ്പണം മാത്രമാണ് ഈ ഒരു ദേവാലയത്തിൽ നടത്തപ്പെടുന്നത്. എങ്കിലും ധാരാളം ആളുകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വിവിധ മതത്തിൽപ്പെട്ടവരൊക്കെ ഈ ഒരു വിശുദ്ധ കുർബാനയിലും ഇവിടെയുള്ള നേർച്ച കാഴ്ചകളിലൊക്കെ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേരാറുണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ദേവാലയത്തിന് മുൻഭാഗത്തുള്ള മാതാവിന്റെ നാമധേയത്തിലുള്ള കുരിശുപള്ളിയില് നിയോഗാർത്ഥം പ്രാർത്ഥിക്കുന്നവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു തുരുത്തിലുള്ള ഈ ഒരു ദേവാലയത്തിലേക്ക് നടന്നു വരുവാൻ ഭക്തജനങ്ങളെ പ്രേരിപ്പിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ദേവാലയം എങ്കിലും അതിന്റെ വലിപ്പമല്ല, അതിന്റെ ചെറുപ്പത്തിലുള്ള അനുഗ്രഹദായകമായ നിമിഷങ്ങളാണ് ഈ ഒരു ദേവാലയം പ്രദാനം ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഞാൻ മനസ്സിലാക്കുകയാണ്. ചുറ്റുപാടും വളരെ മനോഹരമായ രീതിയിലുള്ള പച്ചപ്പുകളാൽ നിറഞ്ഞു നിൽക്കുകയാണ്. തിരികെ ഞങ്ങൾ ബോട്ടിലേക്ക് കയറുമ്പോൾ നല്ല കാറ്റ് ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്. അത്രമാത്രം ശക്തമായ കാറ്റിൽ ഈ ഒരു ഭാഗത്തേക്ക് ബോട്ട് എടുപ്പിക്കുവാൻ പോലും സാധിക്കുകയില്ല എന്നുള്ള കാര്യം ബോട്ടുമാനിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. തിരികെയുള്ള യാത്രയായതുകൊണ്ട് അല്പം അയാസപ്പെട്ടാണെങ്കിൽ പോലും ഈ ഒരു ബോട്ട് യാത്ര മുന്നോട്ട് നീങ്ങുവാൻ സാധിക്കും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ബോട്ട് പോലും തെളിയിച്ചിരിക്കുന്നത്. പൗരാണികത നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയം കാണുവാൻ സാധിച്ചത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്.